നമുക്കിന്നൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം. മല്ലിച്ചപ്പ്, തേങ്ങ, പുതിന ചപ്പ്, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാമാണ് ഇന്ന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മല്ലിച്ചപ്പും പുതിന ചപ്പും കുറച്ച് തേങ്ങ, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ആവശ്യത്തിനനുസരിച്ച് മല്ലിച്ചപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഓവറായിട്ട് എടുത്താൽ പിന്നെ ചുവക്കും. ചിലർക്ക് ചുവ ഇഷ്ടപ്പെടില്ല, അതിൻ്റെ എസൻസ് തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പിന്നെ അതെല്ലാം നമുക്ക് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഇടാം. പിന്നെ പട്ട, കറാമ്പൂ, നമുക്ക് എന്തെല്ലാം സ്പൈസസ് നമ്മളെടുത്തുണ്ടോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പട്ട, കറാമ്പൂ ഇതെല്ലാം ഉള്ളൂ, അപ്പോൾ അത് മാത്രമേ ഇടുന്നുള്ളൂ. അതൊന്ന് എണ്ണയിലൊന്ന് ഇതായി വരുമ്പോഴത്തേന് നമുക്ക് പച്ചക്കറി എല്ലാം ഇട്ട് വഴറ്റാൻ, തക്കാളിയും ഉള്ളിയും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അത് നല്ലോണം വഴറ്റി നല്ല പേസ്റ്റ് പരുവായി വരുമ്പോൾ നമുക്ക് നമ്മളെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക, അത് വഴണ്ട് വരാൻ. അത് ഏകദേശം വേണ്ട ഒരു സോഫ്റ്റ് പരുവാകുമ്പോൾ നമുക്ക് നമ്മളെ മസാല, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പുതിന, മല്ലിച്ചപ്പ്, തേങ്ങ മൂന്നും കൂടി, പച്ചമുളക് മൂന്നും കൂടി ഉള്ളത് നല്ലോണം ഒന്ന് ഇതാക്കുക. നമുക്ക് എരിവ് പോരാൻ തോന്നി, അപ്പോൾ 2 മുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം വഴറ്റി പേസ്റ്റ് നല്ലോണം ഒന്ന് വെന്ത് വരണം. അത് നമ്മളെ തക്കാളി, ഉള്ളിയെല്ലാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എരിവിന് മുളകും പൊടിയും ചേർത്താൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് കൂടി വഴറ്റിയതിന് ശേഷം അതിൽ നമുക്ക് എന്താക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളെ അരിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ അരി അളന്നിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ അത് ഏകദേശം തിളച്ച് വരാനാകുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഒരു 2 തിളക്കട്ടെ, തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു വിസിൽ, 1.5 വിസിൽ, 2 വിസിലെന്ന് പറയാം. ഞാൻ റേഷൻ അരിയിലാണ് ചെയ്യുന്നത്, അപ്പോൾ 2 വിസിൽ തന്നെ വരുത്തിയാണ്. അപ്പം നല്ല അടിപൊളി മൈസൂർ സ്റ്റൈൽ പലാവ് വെജിറ്റബിൾ റൈസ്